ഹലോ, അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം. ഒന്ന് നോക്കി അപ്പോൾ സുധിയേട്ടൻ ഇവിടെ കണക്ക് കൂട്ടാട്ടോ. അപ്പം ഞാൻ സുധിയേട്ടൻ്റെ കൂടെ വന്നിരുന്ന് സുധിയേട്ടനെ ശല്യം പെടുത്താൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ സുധിയേട്ടൻ ബുക്കും ഡയറിയും തന്നെയായിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി എന്താ കണക്ക് കൂട്ടാനാണെന്ന്. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. എന്നാൽ വീഡിയോയ്ക്ക് പോവാം. അപ്പം ഞാൻ പറഞ്ഞത് ഞാൻ സുധിയേട്ടനെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. സുധിയേട്ടനാണെങ്കിൽ നല്ല കണക്ക് കൂട്ടെല്ലാം ഉണ്ടാവും, എന്താളോ എന്താ എഴുതി വെച്ചാൽ. അപ്പം ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഞാൻ മീഷോയിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിയത് കാണുന്നുണ്ട്. അതൊരു ചെറിയ പെട്ടി കേട്ടോ. അപ്പോൾ പ്രോഡക്റ്റ് പറഞ്ഞാൽ എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങണേ. പ്രോഡക്റ്റാണ്. ആ പ്രോഡക്റ്റ് എന്ത് പ്രോഡക്റ്റാണെന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാട്ടോ വാങ്ങുന്നത്. അപ്പം ഇതെന്താന്ന് പറഞ്ഞാൽ കുറച്ച് മാലകളാണ്. അപ്പോൾ ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ ശ്രീകുട്ടി പറഞ്ഞ അമ്മ ഞാൻ പൊട്ടിക്കാറുണ്ട് ഇതാക്കുന്ന ആളിപ്പോൾ കടന്നുറങ്ങി. അപ്പം ഞാൻ തന്നെ ഇത് ഒരു അൺബോക്സ് വീഡിയോ ആയിട്ട് എടുക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ അടുത്ത് ഇങ്ങനെ വെറുതെ മീഷോ ഇങ്ങനെ തപ്പി നോക്കിയപ്പോൾ കിട്ടിയതാണ്. ഇതിൽ ആൾക്കാരടുത്തുള്ള മാലകളാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിയിട്ട് എൻ്റെ ഈ പ്രൈസൊക്കെ അഫോർഡബിൾ പ്രൈസ് ആയതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പിന്നെന്താ എന്തായാലും ഞാനിത് ഈ കവർ ഇങ്ങോട്ട് എടുത്തു. ഇത് ചെറിയൊരു ബോക്സിലായിട്ടോ മാല. പിന്നെ എനിക്ക് ഓഫറൊക്കെ ഉണ്ടായിരുന്നു ഈ മാലയ്ക്ക്. ശരിക്കും ഈ മാലയ്ക്ക് മീഷോയിൽ കാണുന്ന വില എന്നാൽ 128 അങ്ങനെ ഉണ്ട്. എന്തൊരു ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എടുത്താണ് ഈ മാല. നോക്കാം, 4 മാല ഉണ്ട് കേട്ടോ. 4 ബോക്സ് പെട്ടിയായിട്ട് കിടക്കും. ഇടയ്ക്ക് ഇതൊക്കെ ഞാൻ നല്ലപോലെ കാണിച്ചു കേട്ടോ. ഇത് വേറെ ഒന്ന് കാണുന്നുണ്ടാവോ? കാണുന്നതായിക്കോ സുധിയൊക്കെ നോക്കാം. പിന്നെ ഇത് വേറെ ഒന്ന്, ഇതൊക്കെ ഞാൻ അൺബോക്സ് ചെയ്ത് തരാം. ഇതൊന്ന് തുറന്നു തരാമെന്ന്. പിന്നെ അങ്ങനെ വേറെ ഒന്ന് എന്തിനെ ഇങ്ങനെ കഴിച്ചിട്ടിടാനോ. അപ്പോൾ പെണ്ണുങ്ങൾ വരെ ഈ ചെറിയൊരു ബോക്സിലാട്ടെ ഈ 4 അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഫസ്റ്റ് ഈ മുത്തിൻ്റെ ടൈപ്പ് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് മീഷോ ഇങ്ങനത്തെ വാങ്ങണം. കൂടുതൽ ഡ്രസ്സിന് കേട്ടോ അങ്ങനെ. അതും എനിക്കുള്ളല്ലോ കേട്ടോ, പിള്ളേർക്കുള്ള ഡ്രസ്സുകൾ ആണ് വാങ്ങിയത്. നല്ല സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള മാല കണ്ടോ. ഇരുമുത്തി വരുന്ന ടൈപ്പ് കാണുന്നുണ്ടോ? ഡ്രസ്സല്ലേ നോക്കി ഇതേട്ടാ. ഞാൻ ഇങ്ങനെ കൈ വെക്കണത് മറ്റൊരു കാണാൻ വേണ്ടിട്ടോ. അപ്പം ഞാൻ അതിട്ട് വേണമെങ്കിൽ ഫോട്ടോ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഇട്ടിട്ടുള്ള ഫോട്ടോ അതിലുമാണ്. ഇങ്ങനത്തെ സിമ്പിളായിട്ട് ഇപ്പോൾ കോളേജിലാണെങ്കിലും ഇപ്പോൾ സ്കൂളത്തെ പിള്ളേർ തന്നെ ആയിക്കോട്ടെ കൂടുതലും ഇങ്ങനത്തെ സിമ്പിൾ ഐറ്റംസ് ഇടാൻ ആഗ്രഹിക്കണമായിരിക്കും. അപ്പം ഞാൻ ഓരോന്ന് കാണിച്ചു തരാം. എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് എത്തിക്കാം കേട്ടോ. ഞാൻ ഇട്ടിട്ട് ഞാൻ എന്താ ഫോട്ടോ കാണിച്ചു തരാം. എന്തെങ്ങനെ ഇതാക്കുന്നുണ്ട് മൂന്ന്. പിന്നെ അടുത്തത് ഇതാ ഒരു ബട്ടർഫ്ലൈ പൂമ്പാറ്റൻ്റെ. ശ്രീകുട്ടി ഇത് കണ്ടാലായിരിക്കും ശ്രീകുട്ടിക്ക് വേണ്ടി വരിക. കണ്ടിട്ടില്ല, ഞാൻ എന്താ ഓർഡർ ചെയ്തതെന്ന് അറിയില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല. ഇത് പിന്നെ വേറത് ഇതൊരു റോസ് ഗോൾഡ് അങ്ങനെ ഒരു ടൈപ്പ് ഉണ്ട്. ഇത് ശരിക്കും ഒരു ഗോൾഡൻ കളർ ടൈപ്പുള്ളത്. ഇത് റോസ് ഗോൾഡ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടൈപ്പുള്ള മാല. നല്ല ഭംഗിയുണ്ടല്ലേ. ഇതൊന്ന് ഈ ഒരു പാക്കിൽ വരുന്ന കേട്ടോ. ഇതിൽ ശരിക്കും 128 അങ്ങനെ എന്താണ്. എനിക്ക് എന്തോ ഓഫറും കാര്യങ്ങളും എന്തോ ആയതുകൊണ്ട് ഈ വില ഇതായിട്ടാണ് തന്നത്. പിന്നെ ഉള്ളതും ഒരു ഗോൾഡൻ കളർ വരുന്നത്. ഞാൻ മൊത്തം 4 മാല കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് പുറത്ത് പോകുമ്പം നമ്മളിപ്പം ഞാൻ പറഞ്ഞല്ലോ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു തരം ചെറിയൊരു കല്ലിൻ്റെ ലോക്കറ്റ്. അത്യാവശ്യം അത് നീളം തന്നെ എങ്ങനെ നോക്കുമ്പോൾ ഉണ്ടാവും. പക്ഷെ നമ്മളെ കഴുത്തിലിട്ടറിയാം ഇത് എത്രത്തോളം നീളം ഉണ്ട് എന്നൊക്കെ. അടുത്തതൊന്നും കൂടെ ഉണ്ട്, നോക്കാം. ഡ്രസ്സ് പിന്നെ ഞാൻ ഡ്രസ്സ് 2
ഒന്നോ രണ്ടെണ്ണമൊക്കെ മീഷോന്ന് എടുത്തിട്ടുള്ളൂ. പിന്നെ സുധിയേട്ടനെ എടുക്കലെന്താ, സുധിയേട്ടൻ മീഷോ എന്നല്ല ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഷൂവ് പിന്നെ ലൈറ്റ് ഐറ്റംസ് അങ്ങനെയൊക്കെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തിരുന്നു. മീഷോയിൽ പിന്നെ ഫുള്ളും പിള്ളേരുടെ ഡ്രസ്സ്. ഞങ്ങൾ ഓണോ വിഷൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ എന്താണ് മീഷോ തന്നെ കൂടുതൽ എടുക്കേണ്ടത്. ഈ ഒരു മലയ്ക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ. ആദ്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇങ്ങനത്തെ നമ്മൾ വലിപ്പം കുറച്ച് ഇതാക്കുന്ന ഇങ്ങനത്തെ ഒരു മോഡൽ കമ്മലുണ്ടാവില്ലേ, രസമുണ്ട്. നോക്കി നോക്ക് നോക്ക് രസല്ലേ, സൂപ്പർ സൂപ്പർ. അപ്പം ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് വേറെ പണിയിലാണ്. അതന്നെ ഞാൻ സുധിയേട്ടനെ എന്താ പറയുക വീർപ്പിക്കാൻ വന്നാണ്. സുധിയേട്ടൻ ബാഗെടുത്ത് പോയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലെന്ത് ഇതാക്കാനാണ്. അപ്പം എന്തായാലും കൂടി ഇരുന്നിട്ട് വീഡിയോ ചെയ്യാമല്ലോ. സുധിയേട്ടൻ്റെ പണി നടക്കും, എനിക്കിൻ്റെ പണി നടക്കും. പിന്നെ മക്കൾ നീച്ചാൽ ശരിയാവില്ല. എന്ത് ചെയ്യണോ അച്ഛൻ ആ കിളീനെ നിങ്ങളെ നാട്ടിലൊക്കെ നമ്മളവിടെ എന്താ പറയാനേ, അതെന്ത് കിളിയാ എന്നാണോ അവിടെ. അപ്പം ഇതടക്കട്ടെ. അപ്പം ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ രണ്ട് മൂന്ന് ദിവസമല്ല ഒരാഴ്ച അല്ല, ഒരു 3-4 ദിവസമായി വീഡിയോ ഇട്ടിട്ട്. പിന്നെ ഓരോ തിരക്കും ഇതൊക്കെ ആയിട്ട് പിന്നെ ഈ വൈകുന്നേരം ആകുമ്പോൾ തലയും നനയ്ക്കുക, പിന്നെ ഓരോരുന്നാവും. ഞാൻ ഡൈനിമൽ ലൈഫിൻ്റെ വേറെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇത് ചെയ്യാനുണ്ട്, എഡിറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഇന്നിപ്പം മീഷോൻ്റെ ആൾ വന്നപ്പം ഈ വീഡിയോ എടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യാമല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഈ ഓരോ വീഡിയോ ഇതാക്കുമ്പോൾ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അല്ലാതെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. എന്താ ഈ മാലൻ്റെ നെക്ക് പോർഷനായിട്ടുള്ള ഫോട്ടോസ്. പിന്നെന്താ മഴയൊക്കെ മാറി അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഓരോരുത്തർ കമൻറ്റിലൂടെ ചോദിച്ചത് വീട് പണി എന്തായിരുന്നു. വീട് പണി ഇനി ടൈലിൻ്റെ കഴിഞ്ഞു. ഇനി ആകെ ഞങ്ങൾക്ക് സിറ്റ് ഔട്ട് മാത്രമേ ടൈല് ഒട്ടിക്കാനുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ സുധിയേട്ടൻ്റെ ഹാൻഡിൽ വർക്കാണ്. നമ്മൾ സ്റ്റെയർകേസിന് ഹാൻഡിൽ വയ്ക്കുന്നതും പിന്നെ ബാൽക്കണിക്ക് ഹാൻഡിൽ വയ്ക്കാൻ അങ്ങനത്തെ ഹാൻഡിൽ വർക്കാണ്. പിന്നെ ജനൽപ്പൊളിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടോ അതും പെയിൻ്റൊക്കെ അടിച്ച് മുകളിൽ പോർഷനൊക്കെ പെയിൻ്റ് അടിച്ച് പിന്നെ ജനൽപ്പൊളിയും പെയിൻ്റ് അടിച്ച് വെച്ച് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഇനി നമുക്ക് വാതിൽ വാങ്ങാണ്ട് അതൊക്കെ ഓർഡർ ചെയ്യണം. അതൊക്കെ ഓർഡർ ചെയ്ത് വിളിക്കാമെന്ന് പറഞ്ഞു. വാതിൽ ഫ്രണ്ടിലേക്ക് പിന്നെ മരത്തിൻ്റെയാണ്. റൂമുകൾക്കൊക്കെ മറ്റേ വാതിലില്ല. എന്തിൻ്റെ വാതിലാണ് റൂമുകൾക്ക്? എന്തിൻ്റെ റെഡിമെയ്ഡ് വാതിൽ അതൊക്കെയാണ് റൂമുകൾക്കും. പിന്നെ നമ്മൾ കിച്ചണിൻ്റെ ആ ഭാഗത്തേക്ക് വരുന്നത് വർക്ക് ഏരിയയ്ക്ക് കിടക്കണം. അടുക്കളയിൽ നിന്ന് വർക്ക് ഏരിയയ്ക്ക് കിടക്കണം. അവരുടെ വാതിൽ വരുന്നത് റെഡിമെയ്ഡിൻ്റെയാണ്. പിന്നെ റൂമുകൾക്ക് 3 റൂമുണ്ട്. മൊത്തം 3 റൂമുണ്ട്. താഴെ 2ഉം മുകളിലൊന്നും. ഒന്ന് ഇടയ്ക്ക് നോക്കി പിന്നെ ആൾക്കാർ വരും. എൻ്റെ സുധിയേട്ടനെ ഈ ഒരു സമയത്ത് ഡിസ്റ്റർബൻസ് ചെയ്ത് ആകെ കണക്കൂട്ടൽ തരും. പിന്നെ എന്താ പറഞ്ഞാൽ മൊത്തം 3 റൂമുണ്ട്. താഴെ 2ഉം മുകളിലൊന്നും. അപ്പം 3 ഡോറ് അങ്ങനെ. പിന്നെ അടുക്കളയിൽ നിന്ന് വർക്ക് ഏരിയയ്ക്ക് കിടക്കുന്ന അവിടെയുള്ള ഡോറും അങ്ങനെ മൊത്തം 4 ഡോർ ഇതിൻ്റെ റെഡിമെയ്ഡ്. പിന്നെ ഫ്രണ്ടിക്ക് 2 ഡോർ വേണം എന്ന് വെച്ചാൽ മുകളിലും താഴെ. അത് മരത്തിൻ്റെ ഇതാക്കാറുണ്ട്. അത് ഒരു നല്ല ഇതിട്ടിരുന്നു എന്താ പറയുക നമുക്ക് മോഡലൊക്കെ കാണിച്ചു തന്നെ. അപ്പം നമ്മളൊന്നുകൂടി നോക്കിയിട്ട് മോഡൽ ഏതാ വേണ്ടത് അയച്ചു കൊടുക്കണം. നമ്മളതായിട്ടുള്ള മോഡലും തപ്പുന്നുണ്ട്. ആർക്കെങ്കിലുമൊക്കെ നല്ല മോഡൽ ഡോറൊക്കെ ഉണ്ടെങ്കിലും അതും ചിലവ് ചുരുക്കി വേണം അല്ലേ. അധികം ഡെക്കറേഷൻ അധികം ആർഭാടല്ലേ അത്. എന്നാലും കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നണം സൂപ്പറാണ്. അതേ ഹെവി വർക്കല്ല. അങ്ങനത്തെ ഒരു ഇതാണ് എൻ്റെ മനസ്സിൽ. 2-3 ഫോട്ടോ ഉണ്ട് ഞങ്ങൾ എടുത്ത് വെച്ചത്. അല്ലെങ്കിൽ വേറെ ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇൻസ്റ്റയിൽ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ കൂടെ ഒക്കെ എനിക്ക് വിട്ടുതരണേ. ഞാൻ ഇൻസ്റ്റയിൽ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട്. പിന്നെന്താ ഇനി അതൊക്കെ പണിയുള്ളത്. ഇന്നിപ്പോൾ അതാ 10-ാം തീയതി ആഗസ്റ്റ് 10-ാം തീയതി. കഷ്ടി ഒരു മാസത്തിനടുത്ത് 1 മാസം ഉണ്ടാവുള്ളൂ കഷ്ടി. ഓണത്തിലേക്കാണ് ഞങ്ങളിങ്ങനെ എന്താ പറയുക പാല് കാച്ചി കയറാനുള്ളൊരു ഇതിൽ നിൽക്കണം. അപ്പോൾ അപ്പോഴത്തേക്കും ഫുള്ള് പണി ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലോസറ്റ് വയ്ക്കാണ്ട് 3 ക്ലോസറ്റ് വയ്ക്കാണ്ട്. അപ്പോൾ എന്തെങ്കിലും പണിങ്ങി ഒരു ദിവസം ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ ഇങ്ങനെ ക്ലോസറ്റ് വയ്ക്കാനുണ്ടെങ്കിൽ അത് വാങ്ങിയിട്ട് ഇനി ഒരു ദിവസത്തെ പണിയുള്ളൂ. ഇപ്പോൾ ഒരു വേറെ പണിക്ക് പോയത് എന്ന് വെച്ചാൽ ക്ലോസറ്റ് ഞങ്ങൾ വാങ്ങിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു വേറെ പണിക്കായിരുന്നു. ഇനി അവരാ പണി സുധിയേട്ടൻ്റെ ഹാൻഡിൽ വർക്ക് പിന്നെ
വാതിൽ വയ്ക്കാൻ. പിന്നെ കബോർഡ് വർക്കും അല്ലേ, നമ്മൾ അൽമാരയ്ക്കൊക്കെ 3 അൽമാരയും ചിലപ്പോൾ 2 അൽമാര ചെയ്യുള്ളൂ, 3 അൽമാര ചെയ്യില്ല. പിന്നെ ഷോക്കേസ് അതിൻ്റെ വർക്കൊക്കെ ആയിട്ട് അതുണ്ട്, ഒക്കെ പെൻഡിങ്ങിലാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞത് കമൻസിൽ ചോദിച്ചിരുന്നു ചിലർ, എൻ്റെ വീട് പണി എവിടെ എത്തി എന്നൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പറയണത്. പിന്നെ അതേപോലെ എന്താ പറയുക, ഞാൻ ഒന്നുകൂടി പറയണത്, പുതിയതായിട്ട് ചാനൽ കാണുന്നവർക്കും കൂടിയാണ് വേണ്ടി പറയുന്നത്. എൻ്റെ മറ്റുള്ള വീഡിയോസൊക്കെ പോയി കാണുക. അപ്പോൾ എൻ്റെ മാലിൻ്റെ കളക്ഷൻ എല്ലാവരും കണ്ടല്ലോ. അതിനിടയ്ക്ക് ഞാൻ വേറെ ഓരോന്ന് വർത്തമാനം പറഞ്ഞ് മാലിൻ്റെ കളക്ഷൻ കണ്ടല്ലോ. അത് 4 മാലുണ്ട് കേട്ടോ. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു മാലും ഈ ബട്ടർഫ്ലൈൻ്റെ. പിന്നെ ഇതും ഈ ഒരു ഇങ്ങനെ ഞാൻ ലോക്കറ്റിൻ്റെ ഇതിങ്ങനെ പൊന്തിയിട്ടുള്ളൊരു സ്റ്റാറിൻ്റെ മാല, ഇത് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് കാണിക്കണേ, കമൻ്റ് ഇടണേ. ഇതൊന്ന് എനിക്കിതും, പിന്നെ ഈ ഒരു മുത്തില്ലേ, ഒരു മുത്തിൻ്റെ അത്, പിന്നെ ബട്ടർഫ്ലൈൻ്റെ ഇല്ലേ ഒന്നും, എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇത് അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ല ഈ ഒരു മാല. എന്നാലും ഞാൻ നോക്കിയിട്ടെടുത്തത് ഒരു ഓഫർ പോലെ ഇങ്ങനെ തന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ എടുത്താട്ടോ. അപ്പോൾ എന്തായാലും ഇഷ്ടമായിരിക്കും 3 അതാണ്. ഇത് പിന്നെ ഇഷ്ടമായിട്ടില്ല, ഒരു ചെറിയൊരു കല്ലിൻ്റെ വർക്കുള്ള നേരത്തെ കണ്ടു. എവിടെ ഇതൊക്കെ അത്ര ഇഷ്ടമായിട്ടില്ല മാല കാണുന്നില്ല. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ. എൻ്റെ ഒരു മീഷോൻ്റെ ഞാൻ ആദ്യമായിട്ടാണ് ഈ മാല ഇത് വാങ്ങണത് കേട്ടോ. അപ്പം അതെങ്ങനെയായിരിക്കും അതിൻ്റെ ഇതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്യണത് നിങ്ങളെ മുന്നിൽ തന്നെ ഞാൻ അൺബോക്സ് ചെയ്യണേ. ശ്രീകുട്ടിയാണെങ്കിൽ കണ്ടിട്ടില്ല. പിന്നെ ഈ കുളത്തൊക്കെ നല്ല ഇതുള്ള കുളത്ത് തന്നെയാണ് കേട്ടോ, അത്യാവശ്യം ഉറപ്പുണ്ട്. ഞാൻ അതിനെ പറ്റി പറയാൻ പറഞ്ഞത് ഇതാ, അത്യാവശ്യം ഉറപ്പുള്ള കുളത്ത് തന്നെയാണ് കേട്ടോ. അത് കാണില്ലേ, ഇതിൻ്റെ ആയാലും ഇതിൻ്റെ ഒക്കെ ഒരേ പോലത്തെ കുളത്ത് തന്നെയാണ് കേട്ടോ. ഇതാ ചിലതില്ലേ സാധാ കുളത്ത്, അതല്ല കേട്ടോ, അത്യാവശ്യം ഉറപ്പുള്ള കുളത്ത് തന്നെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെൽ ബട്ടൺ കൂടി അമർത്തുക, എന്നാലും ഞാൻ ഇന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ കൊടുക്കി, ബൈ. ഇതാ കണ്ട പെന്നൊക്കെ കണ്ടോ, എന്നാൽ ബൈ. ഓക്കെ.